ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പേൾ പഞ്ചിങ് മെഷീനാണ്. കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും തന്നെ അറിയേണ്ടതില്ല. ആർക്കും തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാനുവൽ മെഷീനാണിത്. ഞാനിത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും ഐറ്റംസാണ്. ഇതുപോലെയുള്ള ബീഡ്സും പിന്നും നമുക്ക് കിട്ടും. ഈ പിന്നാണ് ക്ലോത്തായിട്ട് നമ്മളെ ബീഡ്സിനെ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള 5 നോസിലുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് 5 സൈസിലുള്ള ബീഡ്സുകൾ ഉപയോഗിക്കാം. കൂടെ നമുക്ക് ഇതുപോലെ ഒരു ടൂള് കിട്ടും. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വാങ്ങാൻ കിട്ടില്ല. നമ്മൾ പിന്നിട്ട് കൊടുക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലൂസാകും. അപ്പോൾ നമ്മൾ ഈ ടൂള് വെച്ചിട്ടാണ് ഈ ഹോളിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ക്യാപ്പ് നമുക്ക് കൂടുതൽ കിട്ടും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നോസിലിൻ്റെയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടൈപ്പ് ബീഡ്സാണ്. ബീഡ്സിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള നോസിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഏത് സൈസ് ബീഡ്സാണോ ഉപയോഗിക്കുന്നത് ആ നോസിൽ വെച്ചിട്ട് മെഷീൻ്റെ മേൽഭാഗത്ത് വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. മേൽഭാഗത്ത് ബീഡ്സും താഴ്ഭാഗത്ത് പിന്നുമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ പിന്നിന് 4 കാലുകൾ പോലെ കാണാം. ആ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാവണം പിന്നിട്ട് കൊടുക്കാൻ. അറ്റ് എ ടൈം നമുക്ക് ഒരു പിന്നും ഒരു ബീഡ്സും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നായി പിന്നിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് പഞ്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ സാധാരണ ബീഡ്സ് അല്ല ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഹോളില്ലാത്ത ബീഡ്സ് വേണം ഉപയോഗിക്കാൻ. ഞാനിവിടെ ഒരു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ നോസിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ നോസിലല്ല വേണ്ടത്, അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്കത് ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് നോസിൽ ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. താഴ്ഭാഗത്ത് കൂടി തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് താഴത്തെ ഹോളിലൂടെ നമുക്ക് പിന്നിട്ട് കൊടുക്കാം. ഇനി പിന്നിനും ബീഡ്സിനും സെൻറ്ററിലായിട്ട് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ നമ്മൾ പഞ്ച് ചെയ്യേണ്ടത് ആ ഭാഗത്ത് വെച്ചിട്ട് ഈ ഹാൻഡിലുണ്ടല്ലോ അതൊന്ന് മേലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദേ ബീഡ്സ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി വാഷ് ചെയ്താലോ ഒന്നും ഇട്ട് പോകുമൊന്നുമില്ല. അതുപോലെ തന്നെ താഴ്ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ലൈൻ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരേ സൈസിലുള്ള 2 കളർ ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്മോൾ സൈസ് ബീഡ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോസിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെഷീൻ താഴെ വീഴാതെ ശ്രദ്ധിക്കണം. താഴെ വീണാൽ പിന്നെ അത് സ്റ്റക്കായി പോകും. പിന്നെ വർക്കിംഗ് ബുദ്ധിമുട്ടാകും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബീഡ്സ് വെച്ച് കൊടുക്കാം. അടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.